അപ്പോൾ അച്ഛൻ അമേരിക്കയിലോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? അതിനുള്ള വഴി എങ്ങനെയാണ് തുറന്നത്? അത് തങ്കമ്മ പറയുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. അമ്മ പറഞ്ഞു, അമ്മാമ്മ മൈക്കിൽ നോക്കി പറഞ്ഞു, അമ്മാമ്മ ഉറക്കെ പറയണേ. അത് ഇയർഫോൺ ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ മൈക്ക്. പറഞ്ഞു അമേരിക്കയിലോട്ടുള്ള വരവിനെ പറ്റി, അമേരിക്കയെ പറ്റി കേട്ടത് എങ്ങനെയാണ്? ഞങ്ങൾ ഭോപ്പാലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടീച്ചറിലായിരുന്നു ഞാൻ. കൈലാസ് കാഴ്ച ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്തത്. അവിടുത്തെ അത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ സ്റ്റാഫായിട്ട് അവിടെ ഞാൻ കൊണ്ട് ചേർത്തു. അടുത്തുള്ള ഹോസ്പിറ്റൽ അതാണല്ലോ, ആ ക്വാർട്ടർ കിട്ടാൻ വേണ്ടിട്ടാ. ജോർജ് ചോക്കിലാണല്ലോ ക്വാർട്ടേഴ്സ് ഒക്കെ. ഞാൻ അവിടുത്തെ ആദ്യത്തെ സ്റ്റാഫേ ഉള്ളായിരുന്നു. ഒരു സ്റ്റാഫ്, ഒരു ഡോക്ടറേ ഉള്ളൂ. പിന്നെ സത്യം പറഞ്ഞ ഭോപ്പാലിലെ അമ്മാമ്മയുടെ ഒരു ഫോട്ടോ വെക്കേണ്ട സമയമായി. ഐ വിൽ മേക്ക് ഇറ്റ്. പിന്നെ അവിടെ ഒരാറെണ്ണേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവിടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സർജറി ഒന്നും ഇല്ല, ഇഞ്ചക്ഷൻ എടുക്കുക, പേഷ്യന്റ് അഡ്രസ്, ഡെലിവറി മെറ്റേണിറ്റി ഉണ്ട്. അമ്മാമ്മ മെറ്റേണിറ്റി വാർഡിലോട്ടാ കൂടുതൽ എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു, മെഡിക്കലും മെറ്റേണിറ്റിയും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പൊ അന്ന് ഒ പിയിലും അമ്മാമ്മ നിൽക്കണം. വേറെ സ്റ്റാഫ്. പക്ഷെ 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അതോ 48 മണിക്കൂർ? ആഴ്ചയിൽ 5 ദിവസം നൈറ്റ് ഡ്യൂട്ടി ഇല്ല? ഇല്ല, നൈറ്റ് ഡ്യൂട്ടി ഇല്ല. ശരി. ഞാനായിരുന്നു അതിന്റെ ഇൻചാർജ്. അന്നേരം പിന്നെ മമ്മി എന്നെ നോക്കുന്നോണ്ടാ ഞാന്. ശരി. അവിടുന്ന് ഞങ്ങള് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരി, എന്റെ ഒരു ജൂനിയർ അമേരിക്ക വരാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പൊ എന്റെ മദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ട്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അവിടെ സർട്ടിഫിക്കറ്റിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്, അമ്മയെ കൂടെ ഒന്ന് വിടാമോ, ഇതൊന്ന് പിന്നെ കോട്ടയിൽ കൊണ്ടുവന്ന് കൈ ഒന്ന് പൊക്കിയാൽ മതി. എനിക്ക് അറിയാവുന്ന വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടി, അതായത് അറ്റസ്റ്റ് ചെയ്യാം. അവിടെ മദറിനായിട്ട് ആക്ട് ചെയ്യാൻ, മദറായിട്ട് ഓത്ത് കൊടുക്കാന്. അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് ഉപകാരം വരുന്ന കൊണ്ടുപോക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അവള് വരുമ്പോ എന്നെ കൂടെ തിരിച്ച് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് ഈ അമേരിക്കയെ പറ്റി കേട്ട് തുടങ്ങുന്നതേ ഉള്ളോ, അതോ മൂവ് ചെയ്ത് വരുന്നു? ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഗൾഫിലോട്ടൊന്നും മാറി പോകുന്നില്ല, അതോ? പോയിട്ടുണ്ട്, എന്റെ ബാച്ചിൽ ഒത്തിരി പേര് ഗൾഫിൽ പോയി. ഈ അമേരിക്കയിൽ മലയാളികൾ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് മിക്കവാറും പോയി. പിന്നല്ലേ പോയി. അത് ശരി. അപ്പൊ അവര് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അമ്മാമ്മയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോ അവിടെ എന്നെ സ്പോൺസർ ചെയ്തു. അവരെവിടെ? ഇവിടെ ഫിലഡൽഫിയ തന്നെയായിരുന്നു. ഈ ഫിലഡൽഫിയയിലോട്ടാ നേരിട്ട്? അന്ന് റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരുന്നു? നമ്മൾ പേപ്പർ വഴി എങ്ങനെയാണ്? അല്ല, ഒരാള് ഒരു സ്പോൺസർ ലെറ്റർ കൊടുത്താൽ മതി. ബാങ്ക് ബാലൻസ് കാണിക്കണം. ഇത്രയും ഡോളർ ബാങ്കിലുണ്ട്, $2000 അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പൊ ഒരാളെ സ്പോൺസർ ചെയ്യാം. സിബ്ലിങ്സിനെ ഫയൽ ചെയ്യുന്ന പോലെ നമുക്ക് സ്പോൺസർ ചെയ്ത് അവര് നമ്മള് വന്നാല് നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഗ്യാരണ്ടി, മനസ്സിലായി. സിബ്ലിങ്ങിനേക്കാളൊക്കെ വളരെ ഈസിയായിരുന്നു. ഒരു ഫ്രണ്ടിനെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ജോബ് വിസയാണ്, ജസ്റ്റ് ഒരു ഇത് മതി. അന്ന് നഴ്സസിന് ആവശ്യമുള്ളതുകൊണ്ട് ക്വാളിഫൈഡ് നഴ്സസിനൊന്നുമല്ല അവള് സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മള് വന്ന് തന്നെ ജോലി ഒരാള് കൊണ്ടുവരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രീൻ കാർഡായി. ഗ്രീൻ കാർഡ് നമുക്ക് എയർപോർട്ടിൽ വെച്ചാൽ കിട്ടും. അപ്പൊ ഇതിനുള്ള ഇന്റർവ്യൂ പേപ്പറുകളൊക്കെ വിസ പേപ്പർ വരുമല്ലോ, യെല്ലോ പാക്കറ്റ് വരണമല്ലോ. അതെവിടെയാ? അത് ഞങ്ങൾ ബോംബെയില് ഒരു ഏജന്റിന്റെ ത്രൂ ആയിരുന്നു മുഴുവൻ ചെയ്തത്. ബോംബെയിലെ ഏജന്റ്, ട്രാവൽ ഏജന്റ്. അവരുടെ പേര് കോസ്മോസ്. അതെവിടെയായിരുന്നു, ഓർമ്മയുണ്ടോ? അത് ഭോപ്പാലിലൊരു ഏജന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടെ ഇയാൾ വല്ലപ്പോഴും മനസ്സിനെ വരും. വരുമ്പം ഈ പോയിന്റുവരെല്ലാം അവിടെ കൂടും. അവിടെ കൂടിയിട്ട് ഈ ഭോപ്പാലിലുണ്ടായിരുന്ന ആളാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തത്. ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അദ്ദേഹം ഇതെല്ലാം ഫയൽ ചെയ്ത് കോൺസുലേറ്റ് കൊടുക്കുന്നു. കോൺസുലേറ്റ് അവിടെ കൊടുക്കും. ഈ ഏജന്റിനെ നമ്മുടെ ബോംബെയിലുള്ള ഏജന്റ്, മനസ്സിലായി. അവര് ഞങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും. മനസ്സിലായി. ഞങ്ങൾ അവിടെ ചെന്നു. അവിടുന്ന് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അന്ന് ഭോപ്പാലിന് ബോംബെക്ക് എങ്ങനെയാ പോയത്? പത്താംകോട്ടയിലാണോ പോയത്? ഓർമ്മയുണ്ടോ? അമൃത്സർ ദാദർ, പത്താംകോട്ട അമൃത്സർ എക്സ്പ്രസ്, ദാദർ അമൃത്സർ. അന്ന് പഞ്ചാബിൽ പിന്നീടാ അതിനൊക്കെ. അന്ന് ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ, അമൃത്സർ ദാദർ. അത് മിലിറ്ററിയുടെ ട്രെയിനായിരുന്നു. ഒരു നൈറ്റ് മതിയെന്ന് തോന്നുന്നു. നൈറ്റ് കയറി കിടന്ന് രാവിലെ അങ്ങ് ചെല്ലും. ശരി. അന്ന് ആദ്യമായിട്ടാണ് ബോംബെക്ക് പോകുന്നത്? ഞാൻ അതിന് മുമ്പ് റെയിൽവേ ജോലി ചെയ്തപ്പം പോയിട്ടുണ്ട്. ബോംബെ
വീട്ടിൽ വരെ പോയിട്ടുണ്ട്. ബോംബെയിൽ അറിയാം, ഇച്ചിരി അറിയാം. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെവിടെയായിരുന്നു? ബോംബെയിൽ എയർപോർട്ട് ജോലി ചെയ്യുന്നു. സാന്താക്രൂസിലാണ്. ഭോപ്പാലിൽ നിന്ന് പോയ ഒരാളാണ്. ശരി. അങ്ങനെ അവര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ശരി. അപ്പം ഓക്കെ. അപ്പൊ അവിടെ ബോംബെ പോയി നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തു കോൺസുലേറ്റിലല്ലേ? അവർ ഇന്റർവ്യൂ വിളിച്ച ഭോപ്പാൽ അഡ്രസ്സിൽ വരും ഇതല്ലേ അല്ലേ? അതെ. ഓക്കെ. അപ്പം വളരെ ഫാസ്റ്റ് ആയിരുന്നു. അമ്മാമ്മയെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തുള്ളൂ? അന്ന് ഞാൻ തന്നെ സ്പോൺസർ ഞാൻ തന്നെ ഫയൽ ചെയ്തോളല്ലോ. ഓക്കെ. അപ്പം പോരുമ്പോ ഫാമിലിയെ കൊണ്ടുവരാൻ ആ സമയത്തുള്ള പോസിബിലിറ്റി ഇല്ല. കുഞ്ഞുങ്ങളും ചോദിച്ചാലും കൂടെ ഭോപ്പാലിൽ താമസിക്കും. ശരി. അങ്ങനെ എത്ര വർഷം അച്ഛനും? 1 വർഷം കഷ്ടിച്ച്. ശരി. അതിനു മുമ്പേ സ്പോൺസർ ചെയ്തു. അപ്പൊ അമ്മാമ്മയ്ക്ക് വിസയിൽ ഇന്റർവ്യൂ സാങ്ഷൻ ചെയ്തു, കോൺസലർ അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഒക്കെ പിന്നെ ബുക്ക് ചെയ്തൊക്കെ? ടിക്കറ്റ് ഞങ്ങള് ബുക്ക് ചെയ്ത് ഭോപ്പാലിൽ ചെന്ന് ബുക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെ ബോംബെ വന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റിന് വന്നു. എവിടെ പോട്ടെ? അന്ന് ഡയറക്റ്റ് ഇല്ലല്ലോ. ആദ്യമായിട്ട് എന്ത് വഴിയാ വന്നത്? ന്യൂയോർക്ക് വഴി. ന്യൂയോർക്കിൽ എത്താനും ഒരു സ്റ്റോപ്പ് ഇല്ലായിരുന്നു ആദ്യം? അതെവിടെയായിരുന്നു? ന്യൂയോർക്കിലാ? അല്ല, അതിനു മുമ്പ് ലണ്ടനിലാണ്. ഫ്രാങ്ക്ഫർട്ടിൽ. അന്നെല്ലാം ജർമ്മനി കൂടി. ആ ഫ്ലൈൻ തന്നെയാ. പക്ഷെ ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ട്. കാരണം ഫ്യൂവൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. കാരണം ഈ ക്രോസ് അറ്റ്ലാന്റിക് അന്ന് ഡയറക്റ്റ് പവർ ഇതില്ല. കാരണം അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യാനുള്ള ഫ്യൂവൽ അപ്പൊ ഒരു സ്റ്റോപ്പ് അന്നുണ്ട്. എയർ ഇന്ത്യ തന്നെയാണ്. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ? ആദ്യം കയറിയപ്പോ യാത്രക്കാരൊക്കെ ഫുള്ളായിരുന്നു അതോ? ഫുള്ളായിരുന്നു. അമേരിക്കക്കുള്ള യാത്ര ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എത്ര രൂപ ടിക്കറ്റ് ആയി കാണുമെന്ന് അറിയാം? ഡോളറിന് പറഞ്ഞാൽ ഒരു $1000 ആയോ ടിക്കറ്റിന്? ഓർമ്മയുണ്ടാവോ? അല്ലെ $500? $1 അങ്ങോട്ട് 6 രൂപ ഉണ്ടായിരുന്നു. 6 രൂപ. 8 രൂപ. ഒരു ഡോളറിന് 8 രൂപ ഇന്ത്യൻ രൂപ കിട്ടും. അപ്പൊ $8 ആ ഒരു ഡോളറിൽ. പക്ഷെ 8 രൂപയ്ക്ക് നല്ല വാല്യൂ. 6000 രൂപ അങ്ങോട്ടായിരുന്നു ഒരു ടിക്കറ്റ്. 6000 രൂപ ഇന്ത്യൻ രൂപ. അത് ശരി. അപ്പൊ 8 രൂപ ആവുമ്പോഴത്തേനും ഓക്കെ ഒരു $1000 മേളിൽ പോയി. ഓക്കെ. $1250 ആയി. ഞങ്ങളിവിടെ വന്ന് ഒത്തിരി നാൾ വരെ 8 രൂപ ആയിരുന്നു. അന്ന് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണേൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു? ചെക്ക് അയക്കായിരുന്നു? അന്ന് ചെക്ക് അയക്കാൻ ഒരു വിഷയമില്ലായിരുന്നു. നമുക്ക് ചെക്ക് അയച്ചാൽ മണിയോട് ചെക്കും ഒക്കെ അയച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നാട്ടിൽ ചെന്ന് നാട്ടിൽ എല്ലാവർക്കും ചെക്കാന്ന്. ഈ എയർമില്ലാത്ത ഡോളർ അയക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു? അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും കൂട്ടുകാർക്ക് ഇന്ത്യയിലോട്ട് കത്തിന്റെ അകത്ത് ഡോളർ വെച്ച്? ഇല്ല. അത് ശരി. എനിവേ അതൊരു വലിയൊരു അനുഭവമായിരുന്നു അമേരിക്കക്ക്. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ വന്നു എന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞാൽ? അതാ ഒരിക്കലും എന്നെ ഭോപ്പാലിലോട്ട് വിളിച്ചു. ഫോൺ വിളിച്ചു ഓഫീസിലോട്ട്. ഫോൺ വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു, ഞാൻ മിസ്സസ് മാത്യു ഫോണിൽ വന്നു. അപ്പൊ അവര് പറഞ്ഞു, യു മിഠായി ഖിലാവോ? ഭോപ്പാലിൽ നിന്നല്ലോട്ട് അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്യാൻ ഒക്കുമെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. എങ്ങനെയോ ചെയ്തു, കിട്ടി. ഓഫീസിൽ കിട്ടി, വർത്താനം പറഞ്ഞു. അങ്ങനെ ഭോപ്പാലിൽ നിന്ന് ഫോൺ ചെയ്യാൻ ഇവിടോട്ട് ചെയ്യാൻ ഒക്കുമെന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ ഈ 2 മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അതോ അന്ന് വീട്ടിൽ ജോലിക്ക് ആളിനെ കിട്ടുമായിരുന്നു? ഭോപ്പാലിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ കഷ്ടിച്ച് 1 വർഷം ഉള്ളായിരുന്നു. അന്ന് പിന്നെ ഉടനെ തന്നെ അമ്മ പേപ്പേഴ്സ് അച്ഛൻ്റെ ഗ്രീൻ കാർഡ് കിട്ടി. എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടി. പിന്നെ ജോലി അന്വേഷിച്ചു. എത്ര നാൾ വരും ജോലി കിട്ടി? 1 മാസം കഴിഞ്ഞോണ്ട്. അപ്പൊ ഈ എയർപോർട്ടിൽ നിന്ന് അന്ന് വീട്ടിൽ പോയത് ടാക്സിയിലല്ലേ? അല്ല, ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങള് പിന്നെ TW ഫ്ലൈറ്റിന് ഫിലഡൽഫിയക്ക് വന്നു. വേറെ ഫ്ലൈറ്റ്, ലോക്കൽ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നിട്ട് പിന്നെ കൂട്ടുകാർ അവരുടെ വീട്ടിൽ താമസിച്ചു. അവരെ വീട്ടിൽ കാറുണ്ടോ പുള്ളിക്കാരിക്ക്? ഡ്രൈവിംഗ് അറിയാമായിരുന്നു പുള്ളിക്കാരി? ഇപ്പോഴും അറിയാമോ? ഇപ്പൊ അറിയാം. അമ്മമ്മ ഓടിക്കോ? ഓക്കെ. അമേരിക്ക വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ ഒരു അനുഭവം എന്തായിരുന്നു? അമേരിക്കയും ഭോപ്പാല്, ബോംബെ അല്ലെ ഇന്ത്യ കണ്ടിട്ട് ഒത്തിരി ഡെവലപ്ഡ് ആണെന്ന് തോന്നിയിരുന്നോ? അതോ ഭോപ്പാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ആദ്യം തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ആക്സെന്റ് ഇവിടുത്തെ കൊണ്ടുവന്ന് ഫ്രണ്ട്സ് ഒക്കെ വലിയ ഫ്രണ്ട്ലി ആയിപ്പോയില്ല. പിന്നെ അവര് ആർട്ടൈം തരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചാൽ എഴുതി ഇവിടെ വന്ന് പണം ഉണ്ടാക്കാവുന്നുള്ളതുള്ളൂ, ഒരു ഫാമിലി ഹാപ്പി ലൈഫ് ഇവിടെ കിട്ടത്തില്ല. പിന്നീട് അപ്പോഴത്തേന് അച്ചായനെയൊക്കെ കൊണ്ടുവന്നു. 1 വർഷം ഞാൻ വന്നപ്പോഴും എനിക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അവിടുത്തെ ആ ഒരു നമ്മുടെ ഫ്രീഡം ഓഫ് ലൈഫ് അങ്ങ് പോയത്. കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം പോയി. ഇവിടെ നമ്മളെ കൂട്ടിപ്പിടിച്ചിട്ട പോലുള്ള ഒരു മനസ്സിലായി. ആ തുടക്കത്തിൽ ഒരു വലിയ വീർപ്പൂട്ടിലുണ്ടല്ലോ നമ്മൾ എവിടെ സെറ്റിൽ ആകുന്നു. പിന്നെ ഇവിടുത്തെ തണുപ്പ്
ആ തണുപ്പിനെ പറ്റി എന്താ ചെയ്യാൻ അന്ന് തോന്നി? തണുപ്പ് എങ്ങനെയാ സഹായിക്കുക? ജോലിയായിരുന്നു ഏറ്റവും ജോലിക്ക് പോകാനും വരാനും. അന്ന് ഈ മെട്രോ ചെയ്യുന്നത് ആ കാര്യം. അവിടെ നമ്മൾ ഓഫീസിലൊക്കെ ബാബുജി ആയിട്ടിരുന്ന എല്ലാവരും ഇവിടെ വരുന്ന പറഞ്ഞാൽ കിട്ടുന്ന ജോലി അന്നത് എത്ര $1 കിട്ടുമായിരുന്നു ഇവിടുത്തെ മിനിമം? ഒരു 7 ഒന്നുമില്ല അന്ന്, $2 ഒക്കെ ഉള്ളൂ. 175. ഞാൻ ആദ്യം ജോലി ചെയ്തത് ഹോസ്പിറ്റലൊന്നും അല്ല, ആറനായിട്ടല്ല, നേഴ്സിംഗ് ഹോമിൽ നേഴ്സ് സൈഡായിട്ട് പേഷ്യൻ കെയർ കൊടുക്കാൻ വേണ്ടി നേഴ്സിംഗ് ഹോമിലാണ് ചെയ്തത്. 3 രൂപ കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല, $2.46 പെർ അവർ, $2. മനസ്സിലായി. അത് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. ടാക്സ് ഫയൽ ചെയ്യുകയൊക്കെ വേണം. $100 സാധനത്തിനൊക്കെ വില കുറവായിരുന്നു. 10 രൂപയും കൊണ്ട് പോയാൽ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ബസ്സിന് കയറിയൊക്കെയാ പോകുന്നത്. അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അച്ഛനൊക്കെ വന്നു, മക്കളെ സ്കൂളിൽ ചേർത്തു അല്ലേ? ശരി. ആ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് പോയത് എപ്പോഴാണ്? അപ്പം 1981. ഇവിടെ വരുന്നത് 6 വർഷം കഴിഞ്ഞാണ് നാട്ടിലോട്ട് പോകുന്നത്. നേരെ ഭോപ്പാലിലാണ് പോയത്? നാട്ടിലോട്ടാണ് പോയത്? പിന്നെ ഭോപ്പാലിൽ അങ്ങനെ പോയില്ല. അന്ന് പ്രോപ്പർട്ടി ഒന്നും ഇല്ലായിരുന്നു അച്ഛന് ഭോപ്പാലിൽ? ചെറിയ പീസ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഞങ്ങൾ കൊടുത്തു. നേരെ നാട്ടിൽ പോയി. ഓക്കെ. എവിടെ? റാന്നിയിലോട്ട് പോയി. റാന്നി പോയി, അവിടുന്ന് കടങ്ങന്നൂർ പോയി. റാന്നിയിൽ അന്ന് വീടുണ്ടോ അച്ഛന്? എനിക്ക് വീടുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഭോപ്പാലിൽ നിന്ന് നാട്ടിലോട്ട് ഹൗ ഓഫ്റ്റൺ പോവായിരുന്നു? ഭോപ്പാലിൽ നിന്ന് നാട്ടിലോട്ട് ഞാൻ അത്രയും പോവുകയായിരുന്നു. തങ്കമ്മ പോകുമായിരുന്നു. ഞാൻ എല്ലാ വർഷവും പോവായിരുന്നു. പേരൻസിനെ കാണാനും. പിന്നെ നിങ്ങൾക്ക് അവധി ഉള്ളതുകൊണ്ട്, പിന്നെ അമ്മാമ ഏണിയായിരുന്നോണ്ടും. എന്റെ അമ്മച്ചേ ഉള്ളായിരുന്നു, എന്റെ മദറേ ഉള്ളായിരുന്നു. അമ്മാമിക്ക് ഏറ്റവും പെൻഷൻ ഇല്ലേ? എന്നിട്ട് ഭോപ്പാൽക്ക് അതൊന്നും ഞങ്ങള് പേപ്പർ ഫോർവേഡ് ചെയ്തില്ല. മനസ്സിലായി. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ മിലിറ്ററിക്കാർക്കൊക്കെ കിട്ടുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് ഏതാണ്ട് ഇത്ര വർഷത്തെ വേണം. കാരണം നമ്മൾ പ്രോവിഡന്റ് ഫണ്ടിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അതിങ്ങ് കിട്ടി. അത് ഞങ്ങൾ ഇങ്ങനെ എടുത്തു. ജനറൽ പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ മാക്സിമം അതെല്ലാം ഞങ്ങൾ ഭോപ്പാലിൽ നിന്നൊക്കെ സാധിച്ചു. കാര്യം അവിടെ പോകാതെ ഇൻഫ്ലുവൻസ് കൊണ്ട് അതെല്ലാം അങ്ങ് നടന്നു. ഫിലാഡൽഫിയ വന്നു. അമ്മാമ ഈ ഇവിടെ ഫാമിലിയായിട്ടൊക്കെ ജീവിച്ചു. പിന്നെ കാർ ആദ്യം മേടിക്കുന്നത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് അവിടുന്ന് ഇന്റർനാഷണൽ ലൈസൻസ് മാറ്റണ്ട വന്നു. ഡ്രൈവിംഗ് അറിയത്തില്ലായിരുന്നു, പക്ഷേ ലൈസൻസ് പേപ്പർ ഉണ്ട്. ലൈസൻസ് കൊണ്ടുവന്നു. ഇവിടെ വന്ന് പിന്നെ പഠിച്ചു. വണ്ടി എടുത്തപ്പോൾ ഓടിക്കാൻ ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മറ്റുള്ള ഹെൽപ്പോട് കൂടി എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ മന്ത്സ് വി ഗോട്ട് ദ കാർ. 76 ആദ്യം ഏത് കാറാണ് മേടിച്ചത്? അന്ന് വാങ്ങിച്ച ഫോർഡിന്റെ മെർക്കുറി സെഫർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അത് ഗ്യാസിന്റെ വില അന്ന് എങ്ങനെ? പെട്രോളിന്റെ അഫോർഡബിൾ ആയിരുന്നു? 49 cents പെർ ഗ്യാസ്. അന്ന് അതൊരു വലിയ ഹെഡേക്ക് ആയിട്ട് തോന്നിയില്ല? ഇല്ല, ലാവിഷായി ഒരു പ്രശ്നവും ഇല്ല ഗ്യാസിനൊന്നും. വളരെ അമേരിക്ക വന്നിട്ട് ലാവിഷ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു? ഈ ഫുഡൊക്കെ നമുക്ക് വളരെ ലാവിഷായിട്ട് തോന്നി. ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആൾക്കാർ ഭോപ്പാലിലൊക്കെ നമ്മൾ വളരെ ഇതായിട്ടല്ലേ, അല്ലെങ്കിൽ സീസണലായിട്ട് പുലാക്കോപ്പിയും മട്ടറൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യവും ഇവിടെ ഈ ഫ്രീസറും റെഫ്രിജറേറ്ററും ഒക്കെ ഈ രീതിയിൽ തന്നെ അതെല്ലാം ഉണ്ടായിരുന്നു. ഫോണുണ്ട് എല്ലാ വീടുകളിലും. ഫോണുണ്ട്. വരുന്ന പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷറി ആയിട്ട് തോന്നുന്ന ഒരു ഫോണാണ്. ഈ ലോക്കലായിട്ട് എല്ലാവരും വിളിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ഒത്തിരി സമയം ചെലവഴിക്കാനും. അന്ന് ഫ്രീ ആയിരുന്നു ലോക്കൽ ഫോണൊക്കെ? ലോക്കലൊക്കെ ഫ്രീ ആയിരുന്നു. ഇന്ത്യയിലോട്ട് ട്രങ്ക് ബുക്ക് ചെയ്തൊക്കെ വിളിക്കണം. ഇന്ത്യ വിളിക്കാനൊക്കെ പാടാണ്. STD ഒക്കെ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ അച്ഛനെ? STD ഇവിടെ അങ്ങനെ ഇന്ത്യയിലോട്ട് നമുക്ക് അത് പിന്നെ ഇവരൊക്കെ തുടങ്ങിയ എക്സ്ചേഞ്ചുകളൊക്കെ ഇലക്ട്രോണിക് ആയ പിന്നെ അത് കുറെ കഴിഞ്ഞാ വരുന്നത്. അത് ശരി. അമേരിക്കയിൽ ഇപ്പം വന്നിട്ട് 42 വർഷം, 46 വർഷം, 76 വന്നല്ലേ? 75 അമ്മാമ്മ വന്നു. ഞാനന്ന് 9ാം ക്ലാസ്സിലാണ്. 75 അമേരിക്ക വന്ന. ഓക്കെ. അമേരിക്ക വന്നത് ജീവിതം രണ്ടാമത് സെറ്റപ്പ് ആക്കാൻ കഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഭോപ്പാലിൽ സ്റ്റെബിലൈസ് ചെയ്തതിനേക്കാളും ഡബിൾ എഫേർട്ട് വന്നോ? വേണ്ടി വന്നു. ഇവിടുത്തെ ആക്സെന്റ് ആണോ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ? ലാംഗ്വേജ് അങ്ങനെ പ്രോബ്ലം തോന്നി. ഏറ്റവും ബുദ്ധിമുട്ടിച്ച ജോലി ഹാർഡായിട്ട് ഇവർ വർക്ക് ചെയ്യിപ്പിക്കും അല്ലേ? നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലിയല്ലേ. ജോലി ചെയ്യുമ്പോഴത്തേന് ഹെവി വർക്ക്, അത് മാനുവൽ വർക്കായിട്ട് വർക്ക് ചെയ്യണം. ലബോറിയസ്. അവിടെ ഇരുന്നുള്ള ജോലി ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ സ്റ്റാൻഡിങ് ആയി. നിന്നുള്ള ജോലി, നടന്നുള്ള ജോലി. 8 മണിക്കൂറൊന്ന് കഴിഞ്ഞു കിട്ടാനാ നമ്മൾ ജോലിക്ക് ലേബറിന് ജോലിക്ക് പോയത് സൂട്ട് കിട്ടുണ്ടാവും. മനസ്സിലായി. അപ്പൊ അവര് പറയുന്ന നീ ഡ്രസ്സും കൊണ്ട് വരാം.
അന്നും ജോലിക്ക് പ്രയാസം. ജോലിക്ക് ഇവിടെ അന്നും ബുദ്ധിമുട്ടാണ്. അന്നായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പം പിന്നെ അന്ന് പൊതുവെ അമേരിക്ക വന്ന മലയാളികളെ പറ്റി അച്ഛൻ്റെ പൊതുവെ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയതാണോ അതോ അവർ ഷോ ഓഫിലായിരുന്നോ? അവര് ഞങ്ങൾ വന്ന സമയത്ത് ആരും അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയവരാരും ഇല്ല. വരുന്ന സമയമാണ്. കാറുള്ളവർ വളരെ ചുരുക്കമാണ്. എല്ലാവർക്കും ആരെങ്കിലും ഒരു കാറുള്ള ഒരാളുണ്ട്, ആ ആളിനെ ആശ്രയിച്ച് വിളിച്ച് അങ്ങോട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. മാർക്കറ്റിലൊക്കെ അവർ കൊണ്ടുപോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഞങ്ങളൊക്കെ സാധാരണ വീടടുത്തതെല്ലാം നമുക്ക് നടന്നു പോകാനും വരാനുള്ള ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ള അത് നോക്കിയാ വീട് അടുത്തതും. ജോലിക്ക് അന്നേലും പോകത്തക്കോലെ ട്രെയിനല്ല തങ്ങുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കടയിലോട്ട് സാധനം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരാം. അങ്ങനെയൊക്കെയാ വണ്ടി വാങ്ങിക്കുന്നിടം വരെയൊക്കെ ഞങ്ങൾ. മനസ്സിലായി. ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്തെങ്കിലും അന്നത്തെ കാലത്ത് അനുഭവപ്പെട്ടിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങൾ ഈ ലോക്കലുമായിട്ടൊന്നും അത്രയൊന്നും ഇൻവോൾവ് ആകേണ്ടി വന്നില്ലല്ലോ. ജോലിക്കൊക്കെ ചെല്ലുന്നിടത്ത് അവരെല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഇവിടുത്തുകാരൊക്കെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ജോലിക്ക് ആദ്യം കയറിയെടുത്ത് ആ സമയത്ത് ആ ഏരിയയിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരനെയും മലയാളികളെയും ഞാൻ കൊണ്ടുവന്നവരെല്ലാം അവർ ഹയർ ചെയ്തു. കാര്യം അതുപോലുള്ള ഒരു സെറ്റപ്പായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് നമ്മുടെ നാട്ടിലപ്പം 71-ൽ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടന്നു. അതിനു മുമ്പ് ഒരു ചൈനാവാദം നടന്നു. അതിൻ്റെ എന്തെങ്കിലും ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ആൾക്കാരില്ല ഡിസ്കഷനിലോ ടോക്കായിട്ടോ വന്നോ? നിങ്ങൾ എന്തിനാ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും? ഇല്ല. ഇന്നത്തെ പോലുള്ള യാതൊരു ഒന്നും ഈ അന്ന് പേടിക്കാനും ഇല്ലായിരുന്നു. ഇവരൊക്കെ രാത്രിയിലൊക്കെ തന്നെ സബ്വേ കയറി ഇറങ്ങിയൊക്കെ തന്നെ നമ്മളവിടെ യാത്ര ചെയ്ത പോലെ തന്നെ ഇവിടെ ഫ്രീഡമായിട്ട് ഒരു പേടിയില്ലായിരുന്നു. അന്ന് ഈ മെക്സിക്കൻ ബോർഡർ കടന്നു വരുന്ന ഈ ഒരു ഇൻഫ്ലക്സ് അന്നുണ്ടായിരുന്നു? അന്നൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. ഇല്ല, ഇങ്ങനെയുള്ള ബോർഡർ പ്രോബ്ലം കേട്ടിട്ടില്ല. ഇമിഗ്രേഷൻ ഇവിടെ ഒരു ഇഷ്യൂ അല്ലായിരുന്നു. ഇവർക്ക് ആവശ്യമായിരുന്നു. വരുന്നവരെല്ലാം അക്സെപ്റ്റ് ചെയ്ത്. ഇപ്പം 2022 അമേരിക്കയിൽ 42 വർഷത്തിന് ശേഷം ഞാൻ പുറകോട്ട് നോക്കുമ്പം ഒരു റിഗ്രറ്റോ ഹാപ്പി ആയിട്ടോ എന്തെങ്കിലും 2-3 കാര്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ ആയിരുന്നുകൊണ്ട് നാട്ടിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളിൽ ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ, അമ്മാമ എന്തോ ഹൗ സാറ്റിസ്ഫൈഡ് യു ആർ നൗ? ഒരു 1 to 10 സ്കെയിലിൽ പറഞ്ഞാൽ, അല്ലെ 1 to 5 സ്കെയിലിൽ പറഞ്ഞാൽ 4 ആണോ 3 ആണോ 2 ആണോ? ഹൗ ദ ലൈഫ് ഹാസ് ചേഞ്ച് ഓർ ബാക്ക് ടു ഇന്ത്യ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ? എന്താണ്? ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇത്രയും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. സോ ലൈഫ് ഈസ് ലക്ഷറി. ഓക്കെ, കുഞ്ഞുങ്ങളുടെ ഭാവി ഇവിടെ വന്നത് കൊണ്ട് നല്ലതായിട്ട് ഔട്ട്കം നന്നായി. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട പാർട്ട് നമ്മൾ ഇവിടെ ആയിരുന്നുകൊണ്ട് അത് ഒഴിവാക്കി എന്നുള്ളത് മനസ്സിലായി. അവർക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി. അവർക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കാനൊത്തു പ്രയോജനപ്പെട്ടു. എന്നാൽ ഭോപ്പാലിലൊക്കെ കൂട്ടുകാരെയൊക്കെ അവരുടെ വേറൊരു സെറ്റപ്പ് ഞാൻ കാണുന്നു. അവരുടെ മക്കളൊന്നും ആ ലെവലിലൊന്നും പിന്നീടൊന്നും അല്ല. അവരുടെ മക്കൾ ഞങ്ങൾ അറിയുന്നവരൊക്കെ കുറച്ചുകൂടെ പേരൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അവരുടെ കൂടെ താമസിച്ച് ഒന്നിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അത് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ മാറിയത് കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ അത് അവരുടെ പാർട്ടിയിൽ നിന്നുണ്ടായ ഒരു എഫർട്ട് അല്ല. അത് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതെ, അങ്ങനെയുള്ള ഒരു വ്യത്യാസമേ കാണുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇവിടുത്തെ രീതിയും പോക്കും കാണുന്ന അല്പം പേടിയുണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ, സെക്യൂർഡ് അല്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ആ ഇൻസെക്യൂരിറ്റി എല്ലാ സിറ്റിസൺസിനെയും ബാധിക്കുന്നതാണ്. സോ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ പിന്നെ അമ്മാമ്മ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. ഹൗ യു ആർ ലുക്കിംഗ് ഇനി ഇപ്പോൾ അമേരിക്കയിൽ ഈ 42 വർഷം ജീവിച്ചു, ഇന്ത്യയിൽ 42 വർഷത്തെ ഒരു വളർച്ച അല്ലെ തളർച്ച എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഹൗ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ്? ഇന്ത്യയിൽ ഇപ്പം പോയാൽ നമുക്ക് അവിടെ സെക്യൂർ അല്ല. അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ മെഡിക്കൽ കുഴപ്പം, ഇവിടുത്തെ പോലെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മളവിടെ ഒരു ഔട്ട്സൈഡർ ആണല്ലേ, നമുക്കൊരു സപ്പോർട്ട് ഇല്ല. പേരൻസ് എല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് അവിടെ നമ്മളെ ഒരു 1 വീക്കിലേക്ക് ഓക്കെ, അതർവൈസ് വി ആർ വർത്ത്ലെസ് അല്ലേ? ഓക്കെ. അപ്പോൾ അച്ഛാ ഇത്രയും സമയം നമ്മളോട് ചിലവഴിച്ച് എനിക്ക് ഒരുപാട് കാര്യം ഇനിയും ചോദിക്കാറുണ്ട്, അച്ഛന് പറയാനുമുണ്ട്. അമ്മയുടെ ഭാഗങ്ങൾ മുഴുവൻ കേട്ടില്ല. അടുത്തൊരു അവസരത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സണ്ണി. സമയക്കുറവുകൊണ്ടാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.